ഏതായാലും എം.വി. ജയരാജൻ പാർട്ടി വിട്ടുപോയ പഴയ കണ്ണൂരിലെ സഹാക്കളൊക്കെ തിരിച്ച് വന്നാൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് എന്നൊരു സൂചന പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും കൂടെ ചേർന്ന് സ്വന്തം പാർട്ടിയിൽ ഇപ്പോൾ എം.വി. ജയരാജനെ എടുത്തിട്ട് കൊടുക്കുകയാണ്. അയാൾ മാപ്പ് പറയേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാപ്പ് പറയേണ്ടത് എനിക്ക് പറ്റിയ തെറ്റാണ്, ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ് ലേലിയല്ലു എന്ന് 3 തവണ പറയേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അദ്ദേഹം ആരോട് ചോദിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം പാർട്ടി നയപരമായി എടുക്കേണ്ട ഒരു കാര്യം അദ്ദേഹം എന്തിനു പ്രഖ്യാപിച്ചു എന്നാണ് പാർട്ടിയിലെ നേതൃത്വം അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്. കാരണം പാർട്ടി തെറ്റ് തിരുത്തി വന്നാൽ ഞങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറാണ് ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞ് എന്തോ ഒരു ലോക്കൽ ചാനലിൽ കണ്ടു കൊടുത്ത അഭിമുഖത്തിലാണ് ഈ എം.വി. ജയരാജൻ പറയുന്നത്. ഇത് പറഞ്ഞതിന് പിന്നാലെ ഏറ്റവും രൂക്ഷ വിമർശനമായിട്ട് രംഗത്ത് വന്നത് എം.വി. ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി ആണല്ലോ ഇത് പറയേണ്ടത്. അതെ. അപ്പം അദ്ദേഹം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് എം.വി. ജയരാജൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും വിലയുണ്ട്. പക്ഷേ പാർട്ടിയിൽ ഒരു കൂടിയാലോചന ഇല്ലാതെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നും കണ്ടല്ല, കണ്ണൂരിൽ ചരിത്രത്തിൽ ഇതുപോലെ CPM തകർന്നടിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. 5 സീറ്റിലെങ്ങാണ്ട് UDF ജയിച്ചു. മാത്രമല്ല പിണറായി തന്നെ ഉരുണ്ടുകൊണ്ടല്ലേ ജയിച്ചത്. അതെ, പിണറായി തട്ടിമുട്ടിയാണ് ജയിച്ചത്. ബാക്കിയുള്ളിടത്തൊക്കെ തന്നെ സുമേഷ് ഒരു 50,000 വോട്ടിന് ജയിക്കേണ്ട ആൾ എത്ര വോട്ടിന് ജയിച്ചു നമ്മൾ കണ്ടതാണ്. അതെ. അപ്പോൾ പാർട്ടിയുടെ ഒരു തലത്തിലും ചർച്ച ചെയ്യാതെ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നും ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ജയരാജനെതിരെ അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു എന്താ പറയുന്നത്, ഇവർ പറയുന്ന ഒരു വൈരുദ്ധ്യം. എം.വി. ജയരാജനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഒന്നടങ്കം രംഗത്ത് വന്നതോടെ ഇങ്ങേർക്ക് തിരിച്ചു പറയാതിരിക്കാൻ പറ്റാതെ ആർക്കാ എം.വി. ജയരാജൻ. അത് കാരണം അദ്ദേഹം വിചാരിച്ച ഒരാളെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ആരും സപ്പോർട്ട് ചെയ്തില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. തോൽവിയുടെ കാരണക്കാരൻ പിണറായി വിജയനും എം.വി. ഗോവിന്ദനുമാണ് എന്ന് എല്ലാ കീഴ്ഘടകങ്ങളിൽ നിന്നും റിപ്പോർട്ട് വരികയും അത് അവിടെ ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷേ എം.വി. ഗോവിന്ദനും പിണറായിയും ചേർന്ന് ഞങ്ങളല്ല ഇത് പാർട്ടിയാണ് എന്നുള്ള തലത്തിലേക്ക് മാറ്റുമ്പോൾ ചോദ്യം ചെയ്യാൻ ഒറ്റയാളും ഇല്ലായിരുന്നു. അവിടെ ഇല്ലായിരുന്നു. കാര്യം ഈ പാർട്ടിയെ നശിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ദയനീയമായ പരാജയത്തിന് ഉത്തരവാദികളായ ഈ 2 പേരെക്കുറിച്ചും ഒന്നും മോശം പരാമർശമില്ല. അറിയാതെ ഒന്ന് പറഞ്ഞു പോയ എം.വി. ജയരാജൻ ഇപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എം.വി. ജയരാജൻ പറഞ്ഞത് എന്താണ്, കുഞ്ഞികൃഷ്ണനും കുഞ്ഞികൃഷ്ണൻ ടി.കെ. ഗോവിന്ദനും സുധാകരനൊക്കെ ഉൾപ്പെടെയുള്ളവർ തെറ്റ് തിരുത്തി വരണം. അവരെ പാർട്ടിക്ക് ആവശ്യമുണ്ട്, അവരെ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഇത് ശരിക്കും കൊണ്ടത് ഗോവിന്ദനാണ്. കാരണം ഗോവിന്ദന്റെ കുഴപ്പം കൊണ്ടാണ് അവിടുത്തെ എല്ലാം പോയതെന്നുള്ളത് നാട്ടുകാർക്ക് പിണറായി കൂടെ മത്സരിച്ച് സ്വന്തം കാര്യം കണ്ടതുകൊണ്ടാണ് നാട്ടുകാർ തിരിച്ച് പണി കൊടുത്തെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലെ, എം.വി. ജയരാജൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കയറി ഇടപെട്ടു. ആരാ? ഈ ടി.കെ. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഇടപെട്ടു. കൃത്യമായ മറുപടിയായിരുന്നു. ആ മറുപടി ഇന്ന് കൊണ്ടത് എം.വി. ഗോവിന്ദനാണ്. അല്ല, ടി.കെ. ഗോവിന്ദൻ കൃത്യമായിട്ട് എം.വി. ഗോവിന്ദൻ ലക്ഷ്യമിട്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമോഹം ഉണ്ടെങ്കിൽ 3 തവണ MLA ആയിരുന്ന ഒരാൾ അടുത്ത തവണ ഞാൻ വേണ്ട, എൻ്റെ ഭാര്യ മത്സരിക്കാന്ന് പറഞ്ഞാൽ അധികാരമോഹം അല്ലെന്ന് അദ്ദേഹം ചോദിച്ചു. സ്വാഭാവികമായി എം.വി. ഗോവിന്ദൻ ഇട്ട് കൊണ്ടു. ആദ്യം എം.വി. ഗോവിന്ദൻ ഇയാൾക്കെതിരെ പറഞ്ഞു, എം.വി. ജയരാജനെതിരെ പറഞ്ഞു. പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞ് അവരോട് അധികാരമോഹിയാണെന്ന് ഇവരെക്കുറിച്ച് വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇദ്ദേഹം ചൂടായി. ഇത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ചൂടായിട്ട് ആര് പറഞ്ഞു ഇവരെ തിരിച്ചെടുക്കുമെന്ന് അതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടായി കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞതിന് മറുപടിയായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വിശദമാക്കി. ആരാ? ഈ ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണൻ. അത് ശരിക്കും ചെന്ന് കൊണ്ടത് എം.വി. ഗോവിന്ദനിട്ടാണ്. അപ്പം അതിനോടകം അപ്പോഴത്തേക്ക് എം.വി. ജയരാജന് പേടിയായി. ഇവർ രണ്ടുപേരും മറുപടി പറയുമ്പോഴും അവർ ജയരാജന്റെ പേരല്ല പരാമർശിച്ചത്, ഈ പിണറായിയുടെ എം.വി. ഗോവിന്ദന്റെ പേരാണ് എടുത്തു വന്നാണ് അവർ രണ്ടുപേരും തിരിച്ചടിച്ചത്. അതെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടുതലും അവർ ഞെട്ടിപ്പായി. അപ്പോൾ അതോടുകൂടി എം.വി. ജയരാജന് പേടിയായി. അദ്ദേഹം അന്ന് തന്നെ കടം മാറിച്ചവിട്ടി. അന്ന് തന്നെ തിരിച്ചു പറഞ്ഞു, ചുംബത്തനങ്ങൾ പറയരുത് എന്നുള്ളതാണ്. അതെ, അന്ന് തന്നെ എം.വി. ജയരാജൻ തിരിച്ചു പറഞ്ഞു. പക്ഷേ ഈ 3 ജയരാജന്മാരും ചേർന്ന് പിണറായിക്കും ഇയാൾക്കുമെതിരെ എം.വി. ഗോവിന്ദനുമെതിരെ ഒരു നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ജയരാജൻ ത്രയം എന്നാണ്, എം.വി. ഇ.പി. അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം 3 ജയരാജന്മാരായതുകൊണ്ട് പ്രത്യേകിച്ച് പേര് മുഴുവൻ നമ്മൾ എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എം.വി. പിന്നെ ഇ.പി. അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. എന്താണെങ്കിലും അതിനെ തുടർന്ന് എം.വി. ജയരാജനെ ഒതുക്കി ആദ്യം. കാരണം എതിർ ശബ്ദം ഉയർന്നാൽ കൂടുതൽ ആൾക്കാർ അത് ഏറ്റുപിടിച്ചാൽ പിണറായിക്കും എം.വി. ഗോവിന്ദനും ഇനി കണ്ണുരുട്ടാൻ പറ്റില്ല. കാരണം പിണറായിയുടെയൊക്കെ വോയിസ് പോയി. പിണറായി ഇപ്പോഴും നിൽക്കുന്നത് ചില ഗിമ്മിക്കുകൾ കാണിച്ചിട്ടാണ്. നേരത്തെ പിണറായി ഈ പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ജനിപ്പിച്ച ഒരു ഭയമുണ്ട്. ആ ഭയത്തിനാണ് ഇദ്ദേഹം നിൽക്കുന്നത്. മറ്റുള്ളവരെ ഭയപ്പെടുത്തിയാണ് അയാൾ നിലകൊള്ളുന്നത്. അത് സ്റ്റാലിനൊക്കെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ പണ്ട് അനുവർത്തിച്ച നയം തന്നെയാണ്. പേടിപ്പിച്ച് നിർത്തുക, കൂടെ ഉള്ളവരെ പേടിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകുക. പക്ഷേ ഇയാൾ അങ്ങനെ പേടിക്കേണ്ട ഒരു ജീവി അല്ല എന്നുള്ള സത്യം ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി. ഇയാൾ പേടിത്തൊണ്ടനാണെന്നും
ഇയാൾ ഈ പറയും പോലെ ഒരു മാസം വല്ല ഊരി പിടിച്ച വാള് കയറ്റി ഫാനൊക്കെ തീണ്ട് ഇറങ്ങി ഓടുന്ന ആളാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി, പാർട്ടിക്കാർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ജയരാജനെ തകർക്കുക എന്നുള്ളത് ഇവർക്ക് വന്നത്. കാരണം അവർ 3 പേരും കൂടെ കൂടുന്നു. പുറകെ പി രാജീവും പിന്നെ പൂമരൻ, എം സ്വരാജ്, തോമസ് ഐസക്ക്, അങ്ങനെ ഈ പാർട്ടിക്കുള്ളിലുള്ളവരെല്ലാം കൂടെ ചേർന്ന്. കാരണം ഇയാൾ പിന്നെ ഗോവിന്ദ പാർട്ടി സെക്രട്ടറി ആയി, പിണറായി മുഖ്യമന്ത്രിയായി. ഓക്കെ, അവരൊരു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടാമെന്നുള്ള എല്ലാ പദവികളും അവർക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി ഇനി കിട്ടേണ്ടിയിരിക്കുന്ന ആളുകളായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവർക്ക് പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി പാർട്ടി കാണൂലല്ലോ. എന്താണെങ്കിലും ശരി, അതിനെ തുടർന്ന് എം വി ജയരാജൻ ഒറ്റപ്പെട്ടു സെക്രട്ടേറിയറ്റിൽ. ഓർത്തോണം, കീഴ്കമ്മിറ്റികൾ, കീഴ്ഘടകങ്ങൾ എഴുതി വിട്ട അല്ലെങ്കിൽ അവിടുന്ന് സമാഹരിച്ചു വിട്ട കടുത്ത വിമർശനങ്ങൾ, ഈ കടുത്ത വിമർശനങ്ങൾ പിണറായിക്കും ഗോവിന്ദനും എതിരെയായിട്ട് ചർച്ച ചെയ്യാൻ മുട്ടിടിച്ച് നിന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് എം വി ജയരാജനെതിരെ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങി. ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഈ ജയരാജൻ ട്രയങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പം CPM ഏറ്റവും വലിയ ശക്തികേന്ദ്രം കണ്ണൂരാണ്. അതെ, കണ്ണൂരിൽ അവർ ശക്തികേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ഇടിവ് ഉണ്ടായത്, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായത് പാർട്ടിയിലെ അവിടുത്തെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരൊരു ഐ ഓപ്പണറാണ്. അവർ കണ്ണു തുറന്ന് കാണുന്നു, ഇത് പണ്ടത്തെ പോലെ ഞങ്ങളുടെ പാർട്ടി അടിമകളല്ല, ഞങ്ങൾ ആരെ കൊണ്ട് നിർത്തിയാലും ആരെ നിർത്തിയാലും അയലോക്കത്തുള്ളവരെ പിടിച്ച് നിർത്തിയാലും ഒക്കെ ജയിപ്പിക്കുന്ന കാലം മാറിയിരിക്കുന്നു. ഇനി യോഗ്യതയുള്ളവരെ നിർത്തിയാലേ ജയിപ്പിക്കുള്ളൂ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പം പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അതെ, തിരുവനന്തപുരത്ത് വടക്കേറ്റത്തും തെക്കേറ്റത്തും പ്രശ്നമാണ്. തിരുവനന്തപുരം ജില്ല ജോയിയും ശിവൻകുട്ടിയുമായിട്ട് മുട്ടനടി അല്ലേ. വി ശിവൻകുട്ടി ഇപ്പോൾ ഒരു സ്ഥാനമില്ലാതിരിക്കുകയല്ലേ, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പദവി ഇല്ലല്ലോ. മന്ത്രി അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പൻ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പൂപ്പൻ ഒരു പണിയില്ല, അപ്പൂപ്പൻ വീട്ടിൽ കുത്തിയിരിക്കുക വെറുതെ. എനിക്ക് എന്തെങ്കിലും പണി തരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജോയി ഏതായാലും MLA ആയില്ലയോ, ഞാനെന്നാ അങ്ങ് ജില്ലാ സെക്രട്ടറി ആയിക്കോളാം. അപ്പൊ ജോയി പറഞ്ഞു, വേണ്ട ഇപ്പൊ വേണ്ട. അങ്ങനെ ജോയി വീണ്ടും സെക്രട്ടറി ആയി കഴിഞ്ഞതോടെ ജോയിയെ വെട്ടി സെക്രട്ടറി ആകാൻ ശിവൻകുട്ടി നടന്ന വിവരം ജോയിക്ക് മനസ്സിലായി. അതുകൊണ്ട് ജോയി ഇപ്പൊ എന്ത് ചെയ്യുന്നു, പാർട്ടിയുടെ ഒരു പരിപാടിയിലും വിളിക്കില്ല. ഈ വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം ഈ അദാനിക്കെതിരെ പ്രതിഷേധ മാർച്ച് നടന്നായിരുന്നു. ഇദ്ദേഹത്തെ വിളിച്ചില്ല, ഈ ശിവൻകുട്ടിയെ വിളിച്ചില്ല. അപ്പൊ MV ഗോവിന്ദൻ വന്നു, പുത്തലത്ത് ദിനേശൻ വന്നു, TN സീമ വന്നു, അങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കളല്ല ജില്ലയിലുള്ളവരും വന്നു, എല്ലാവരും വന്നു. ഈ പുള്ളി അറിയുന്നത് എങ്ങനെയാണെന്നറിയോ, ആരോ പറഞ്ഞിട്ടാണ് അറിയുന്നത്. സഖാവ് വരുന്നില്ല, എന്തോ പരിപാടി, ഇന്നൊരു പരിപാടിയുണ്ട്, എന്നെ വിളിച്ചില്ല. എന്നിട്ട് ഇദ്ദേഹം ഇത് എന്ത് ചെയ്തു, MV ഗോവിന്ദനെ വിളിച്ച് പരാതിപ്പെട്ടു, എന്നെ അറിയിച്ചിട്ടില്ല, എന്നെ അവർ ഒഴിവാക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞൊരു പണി, നമുക്ക് പരിപാടി അങ്ങ് മാറ്റാം, സഖാവിലൂടെ വന്നിട്ട് നമുക്ക് ചെയ്യാം. അത് വേണ്ട, പരിപാടി നടന്നോട്ടെ, പക്ഷേ ഇത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം MV ഗോവിന്ദനെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഇത് പണ്ട് കോൺഗ്രസിലൊക്കെ പോലെയുള്ള ബൂർഷ്വാ പാർട്ടികൾ ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുമായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ CPM നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ പണ്ട് ഇത്തരം കലാപരിപാടികൾ വ്യാപകമായിരുന്നു, BJPയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ CPM എത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ വി ശിവൻകുട്ടിയെ പോലുള്ള ഒരു പ്രമുഖനായ നേതാവിനെ ക്ഷണിച്ചില്ല, ബാക്കി എല്ലാവരും ക്ഷണിക്കുകയും ശിവൻകുട്ടിയെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ചൊല്ലി ഉണ്ടായിരുന്ന തർക്കത്തിൻ്റെ ഒരു തുടർച്ചയാണെന്നുള്ള കാര്യം. എന്തായാലും മൊത്തത്തിൽ CPMനുള്ളിൽ വലിയ സമരങ്ങളാണ് നടക്കുന്നത്. എന്താ പറയുന്നത്, ഉൾപാർട്ടി സമരങ്ങൾ നടക്കുന്നു. അത് ഇപ്പോഴും രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ആയിട്ടില്ല. പക്ഷെ അത് ഉടനെ ഉണ്ടാവും. EDയുടെ പരിശോധന പിണറായിക്കെതിരെ ഉണ്ടായാൽ, പിണറായിയുടെ മൊഴിയെടുത്താൽ, പിണറായിയുടെ വീട്ടിലേക്ക് ED കയറിയാൽ, പിന്നെ അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. CPM നേതാക്കളും പ്രവർത്തകരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എത്രയും വേഗം ഇതിനെ പിടിച്ചോണ്ട് പോട്ടെ എന്നുള്ളതാണ് അവരെല്ലാം ചിന്തിക്കുന്നത്. അവർ വെനൊഴിഞ്ഞു പോയി ബാക്കി പാർട്ടി നമുക്ക് ഒന്നുകൂടെ പുനഃസംഘടിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നവർക്ക് ശ്രമിക്കാനെങ്കിലും പറ്റുമല്ലോ. നിങ്ങളിരിക്കുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും MV ജയരാജനെ ഇപ്പം അദ്ദേഹത്തെ കൊണ്ട് അവിടെ മാപ്പ് പറയിച്ചു. അത് പക്ഷേ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കണ്ണൂർ ലോബി ശക്തമായി രംഗത്തിറങ്ങും. പിന്നാലെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടി ഇറങ്ങുന്നതോടെ ഏറെക്കാലം ഒന്നും ഗോവിന്ദനും പിണറായിക്കും ഒന്നും ഇങ്ങനെ പ്രവർത്തകരുടെ കണ്ണിപ്പൊടിയിട്ട് പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല.